നവകേരള സദസ്സിലെ പരാതികൾക്ക് എന്ത് സംഭവിച്ചു? ആകെ ലഭിച്ച പരാതികൾ എത്ര? അവയിൽ പരിഹരിച്ച പരാതികൾ എത്ര? ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. ചോദിച്ചാൽ സർക്കാർ അഥവാ വേണ്ടപ്പെട്ടവർ കൈമലർത്തി കളയും. എങ്ങാനും വിവരാവകാശം വെച്ചാലോ അതിനുമില്ല മറുപടി. ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിടാനാകില്ല എന്നതാണ് മറുപടി. ഇപ്പോഴിതാ പുതിയ പ്രശ്നം. നവകേരള സദസ്സിലെ പരാതികൾ ലക്ഷ്യം കാണാതെ അലയുകയാണ്. ഈ ലക്ഷ്യം കാണാതെ അലയുക എന്ന് പറയുമ്പോൾ പോലീസിലെ നിയമനവുമായി ബന്ധപ്പെട്ട് 8000-ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 14 ജില്ലകളിൽ നിന്നായി ഏകദേശം 8000-ഓളം പരാതികൾ. ഈ പരാതികൾ യഥാർത്ഥത്തിൽ എത്തിച്ചേരേണ്ടത് ആഭ്യന്തര വകുപ്പിലായിരുന്നു. പക്ഷേ പരാതികൾ എത്തിച്ചേർന്നത് ആഭ്യന്തര വകുപ്പിലല്ല. പിന്നെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലൈഫ് മിഷൻ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, സൈനിക ക്ഷേമ വകുപ്പ്, ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ മെഡിക്കൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്കൊക്കെയാണ് പരാതികൾ എത്തുന്നത്. പരാതി ലൈഫ് മിഷന് കൈമാറിയിട്ടുണ്ടെന്നാണ് കാട്ടാക്കട സ്വദേശിയായ ഉദ്യോഗാർത്ഥിക്ക് ഫോൺ സന്ദേശമായി ലഭിച്ച മറുപടി. അതായത് നവകേരള സദസ്സിൽ പരാതി നൽകിയതിനെ തുടർന്ന് പരാതി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഫോൺ കോളിലാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് കേൾക്കുന്നത്. അതെങ്ങനെയാണ് താൻ പോലീസ് നിയമനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി ലൈഫ് മിഷനിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഉദ്യോഗാർത്ഥിയുടെ ചോദ്യം. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. 14 ജില്ലകളിൽ ഈ പോലീസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് നൽകിയ എല്ലാ പരാതികളും വ്യത്യസ്ത വകുപ്പുകളിലേക്കാണ് കൈമാറപ്പെട്ടിട്ടുള്ളത്. എന്തായിരിക്കാം ഇതിനു പിന്നിലുള്ള സാങ്കേതിക പ്രശ്നം? മറുപടി ഇപ്പോഴും നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല. കാരണം അവരുടെ പക്കൽ മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ്. പരാതികൾ ഇതുവരെയും ഒന്നുപോലും ആഭ്യന്തര വകുപ്പിലേക്ക് എത്തിയിട്ടുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഇത് വെറും പോലീസ് നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ മറ്റു പരാതികളുടെ അവസ്ഥ എന്തായിരിക്കും? പരാതികൾ ജില്ലാ മെഡിക്കൽ ഓഫീസ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവിടങ്ങളിലേക്ക് കൈമാറിയെന്ന് തിരുവനന്തപുരം സ്വദേശിക്കും മറുപടി കിട്ടിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൽ എത്തേണ്ട പരാതികൾ ലക്ഷ്യം തെറ്റി അലയുകയാണ് എന്ന് വിമർശിച്ച് ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു. ഇതോടെയാണ് സംഭവം നാട്ടുകാരറിയുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തും തസ്തികകൾ സൃഷ്ടിച്ചും റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി പേർക്ക് നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് 8000-ൽ അധികം പരാതികളാണ് ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വർഷം മാത്രം കാലാവധിയുള്ള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക നിലവിൽ വന്ന് 9 മാസം പിന്നിടുമ്പോഴും നിയമനം നൽകിയത് 26% പേർക്ക് മാത്രമാണ്. റാങ്ക് പട്ടിക റദ്ദാക്കാൻ 3 മാസം മാത്രം ശേഷിക്കെ പട്ടികയിലുള്ള 10235 പേരുടെ ഭാവി തുലാസിലായി. 7 ബറ്റാലിയനുകളിലായി 13975 പേർ ഉൾപ്പെട്ട പട്ടികയിൽ 74% ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും തൊഴിൽ രഹിതരായി തുടരുകയാണ്. പുതിയ ബാച്ച് 9 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാൽ മാത്രമേ ക്യാമ്പുകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിക്കാനാകൂ എന്നുള്ളതും വാസ്തവമാണ്. പോലീസ് ക്യാമ്പുകളിൽ പോലും അംഗബലം കുറവാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി നവകേരള സദസ്സിൽ ആകെ ലഭിച്ച പരാതികൾ എത്രയാണ്? അത് 6,21,270 പരാതികളാണ്. ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ പരിഹാര നടപടികളിൽ മേൽനോട്ടം വഹിക്കുന്നത്. ഇതിനായി ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട്. എത്ര പരാതികളിൽ ഇതുവരെ തീർപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അതിന് പുറത്തു വരുമോ എന്നും നിശ്ചയമില്ല. പല പരാതികളിലും വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുമുണ്ട്. ലൈഫ് വീടിനെ കുറിച്ചുള്ള പരാതി ഗ്രാമസഭയിൽ ഉന്നയിക്കാനാണ് നിർദ്ദേശം. ജപ്തി സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. കേരള ബാങ്കിന് കൈമാറിയ പരാതിയിൽ 4 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് 515 രൂപ ഇളവ് നൽകിയെന്നാണ് മറുപടി. നോക്കൂ, ഈ നവകേരള സദസ്സ് ഇല്ല എങ്കിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പരാതി എവിടെയാണ് നൽകുന്നത്? അത് സ്വാഭാവികമായും ഗ്രാമസഭയിൽ തന്നെയാണ്. അതത് കൗൺസിലർമാരെ കണ്ടുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് പതിവ്. ഇപ്പോൾ നവകേരള സദസ്സിൽ ചെന്ന് തനിക്ക് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് വേണമെന്ന് പറയുമ്പോൾ വീണ്ടും ഗ്രാമസഭയിൽ അപേക്ഷ കൊടുക്കൂ, അല്ലെങ്കിൽ അതത് കൗൺസിലറെ കാണൂ എന്ന് ഉപദേശം നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഈ ഒരു ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയാണോ നവകേരള സദസ്സിൽ പരാതി നൽകിയത്? എന്നാൽ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളെ കുറിച്ച് മന്ത്രി കെ രാജൻ പറഞ്ഞത് ആ പരാതികൾക്ക് VVIP സ്ഥാനം ലഭിക്കുമെന്നാണ്. എന്നിട്ട് VVIP സ്ഥാനം ലഭിച്ച പരാതികൾ ആകെ 5%. അത് നടപ്പിലാക്കിയതല്ല, പരിഗണനയിൽ വെച്ചത് മാത്രം. 4 ലക്ഷത്തോളം രൂപ വായ്പയിൽ ഇളവ് വേണമെന്ന് അഭ്യർത്ഥിച്ച് നൽകിയ പരാതിയിൽ കുറച്ചു കൊടുത്തത് 515 രൂപയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കില്ലേ, എന്തിനായിരുന്നു ഈ പ്രഹസനമെന്ന്? എന്തായിരുന്നു നവകേരള സദസ്സിന്റെ ഉദ്ദേശമെന്ന്? സർക്കാർ പറയുന്നത് നവകേരള സദസ്സിൽ
പരാതികൾക്ക് വെറും സെക്കൻഡറി സ്ഥാനം മാത്രമാണ്, അതായത് രണ്ടാം സ്ഥാനം മാത്രമാണ് പരാതികൾക്ക് എന്നാണ്. ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് അത് ഭരണകൂട നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പരാതികൾക്ക് സർക്കാർ അത്രയും പ്രാധാന്യം നൽകി എന്നുള്ളതായിരുന്നു പിന്നീട് സർക്കാർ ഉയർത്തിപ്പിടിച്ച വാദം. എന്നിട്ട് പരാതികൾക്ക് മുൻതൂക്കം നൽകി എന്ന് പറയുന്നത് പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പരാതികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. നവകേരള സദസ്സ് ആരംഭിച്ചതിനും പിന്നാലെ പരാതിയുമായി എത്തിയവരുടെ എണ്ണം കൂടുകയായിരുന്നു. ആദ്യത്തെ ദിവസമായ ശനിയാഴ്ച 2200 പരാതികളാണ് ആകെ ലഭിച്ചത്. ലഭിച്ച പരാതികളിൽ 45 ദിവസത്തിനകം പരിഹാരം കാണണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക് അന്ന് ലഭിച്ചത്. അതാത് മന്ത്രിമാർ ഇതിന് മേൽനോട്ടം വഹിക്കുമെന്ന് കൂടി പറഞ്ഞപ്പോൾ പ്രതീക്ഷ അല്പം കൂടി. ഇനി കാസർഗോഡ് ജില്ലയിലെ നവകേരള സദസ്സിൽ ലഭിച്ച ആകെ പരാതികൾ എന്ന് പറയുന്നത് 14,698 ആണ്. അതിൽ ഇതുവരെ തീർപ്പാക്കിയതോ 169 എണ്ണം മാത്രം. അതായത് 12,000-ൽ അധികം പരാതികളിൽ നടപടി പോലും ഉണ്ടായിട്ടില്ല, അതായത് തുടങ്ങിയിട്ട് പോലുമില്ല. നവകേരള സദസ്സിൽ കാസർഗോഡ് ലഭിച്ച പരാതികളിലും നിവേദനങ്ങളിലും പ്രാദേശിക തലത്തിൽ പരിഹരിക്കേണ്ടവയ്ക്ക് അനുവദിച്ച സമയവും കഴിഞ്ഞു. ഇതുവരെ തീർപ്പാക്കിയത് 169 പരാതികൾ മാത്രമാണെന്നിരിക്കെ 2028 പരാതികളിൽ നടപടി തുടങ്ങിയിട്ടുമുണ്ട്. വിശദാംശങ്ങൾ ഇല്ലാത്ത കളിയായി സമർപ്പിച്ച നിവേദനങ്ങൾ വെറും 14 എണ്ണമാണ്. ബാക്കി 12,487 പരാതികൾ ഇപ്പോഴും നടപടിയൊന്നുമില്ലാതെ ഫയലിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. സിവിൽ സ്റ്റേഷനിൽ നിന്ന് ക്രമപ്രകാരം അതത് വകുപ്പുകളിലേക്കും അവിടെ നിന്ന് താഴെ തലത്തിലേക്കും അയച്ചാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. പല ഓഫീസുകളിലും ജോലി ചെയ്യാൻ ആവശ്യത്തിന് ജീവനക്കാരില്ല. മെല്ലെപ്പോക്കിന് ഇതും കാരണമാകുന്നുണ്ട്. ലൈഫ് ഫീഡുമായി ബന്ധപ്പെട്ട് 2000-ൽ അധികം അപേക്ഷകളാണ് ലഭിച്ചത്. അതിലും പരിഹാരമൊന്നുമില്ല. നവംബർ 23-ന് മന്ത്രിസഭ ബസ്സിലേറി ചുരം കയറി വയനാട്ടിലെത്തുകയുണ്ടായിരുന്നു. പെരുമഴ പെയ്തുണ്ടായ ചെളിയിൽ വരി നിന്ന് പരാതി കൊടുത്തവർ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി മണ്ഡലങ്ങളിലായി 20,388 പരാതികൾ മൊത്തത്തിൽ നൽകിയിട്ടുണ്ട്. ഡിസംബർ 4-ഓടെ കിട്ടിയ പരാതികളെല്ലാം നവകേരള സദസ്സിന്റെ പോർട്ടലിലേക്ക് അപ്ലോഡും ചെയ്തു. എന്നാൽ തീർപ്പാക്കിയത് 500-ൽ താഴെ മാത്രം പരാതികളാണ്, അതായത് 5% താഴെ. ഭൂമി, പട്ടയം വിഷയങ്ങളിലാണ് പരാതിക്കെട്ടുകളിൽ കൂടുതൽ. മിക്കതും സംസ്ഥാന തലത്തിൽ തീർപ്പാക്കേണ്ടവ. എത്ര പരാതികളിൽ തീർപ്പാക്കിയെന്ന് കൃത്യമായ കണക്ക് സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടുമില്ല. കേവലം 2 ജില്ലകൾ മാത്രം പരിശോധിച്ച കാര്യമാണ് ഇത്. ഇനിയുമുണ്ട് ബാക്കി 12 ജില്ലകൾ. ഓരോ ജില്ലയിലെയും അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമൊന്നുമല്ല. ഒരുപക്ഷെ എണ്ണത്തിൽ ചില സംഖ്യകളുടെ മാത്രം വ്യത്യാസം കാണാം, അതും നേരിയ വ്യത്യാസം മാത്രം. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ ഇത്രയധികം പരാതികൾ സ്വീകരിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഈ പരാതികൾക്ക് പരിഹാരം കാണണ്ടേ? ഇനി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ കാര്യമാണെങ്കിൽ അത്തരമൊരു കണക്ക് സർക്കാർ അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല എന്ന ഭാവമാണ്. അതത് ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് മറുപടിയും. വിവരാവകാശം എന്ന പൗരന്റെ ധാർമ്മിക അവകാശത്തെ പോലും നോക്കി കൊഞ്ഞനം കുത്തുന്ന ഇത്തരം നടപടികൾ യഥാർത്ഥത്തിൽ സർക്കാരിന് ഭൂഷണമല്ല. പക്ഷേ നമ്മുടെ സർക്കാർ അത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് പരിഹാരം ലഭിക്കുമോ? ഈ പരാതികൾക്ക് VVIP സ്ഥാനം ലഭിക്കുമോ? ഇനി ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന കണക്കുകളിൽ ഈ ലഭിച്ച പരാതിക്കെട്ടുകൾ സർക്കാർ തുറന്നു കാണിക്കുന്നതായിരിക്കും. പിന്നീട് ഇതാ ഞങ്ങൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ക്ഷേമം അന്വേഷിച്ചിരിക്കുന്നു, അവർ ഞങ്ങളോട് എല്ലാം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു, അത് ഈ സർക്കാരിന്മേലുള്ള വിശ്വാസമാണ് എന്നുകൂടി അവർ അത് വരുത്തി തീർക്കും.